തീക്കൊള്ളികൾ കൊണ്ടാണ് പേപ്പട്ടികൾ കളിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. സിംഹം ഇരയെ പിടിച്ച് കുറച്ച് വിശ്രമിക്കാൻ ഇരിക്കുമ്പോൾ പേപ്പിടിച്ച കാട്ടുനായ്ക്കൾ ഓടിവരും. ഇരയെ തട്ടിക്കൊണ്ടുപോകാൻ വരുന്ന അവർക്ക് അറിയില്ല അവിടെയുള്ളത് രാജാവാണ് എന്നുള്ളത്. വല്ലാതെ കളിച്ചാൽ രാജാവ് കളി കാര്യമാക്കും, പിന്നെ നായ്ക്കളുടെ കാര്യം തീരുമാനമാകും. കാട്ടുനായ്ക്കളെ പോലെയാണ് നമ്മുടെ അയൽവാസികളായ ബംഗ്ലാദേശുകാർ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു കാര്യവുമില്ലാതെ ഇന്ത്യയെ ചൊറിയുകയാണ് അവർ. 1971 പാകിസ്ഥാനെ വെട്ടിമുറിച്ച് ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടാക്കി കൊടുത്തത് ഇന്ത്യൻ ആർമിയാണെങ്കിൽ 2025 അതേ ബംഗ്ലാദേശ് ഇന്ത്യയോട് ചൊറിയാൻ വന്നാൽ എന്താകും അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ബംഗ്ലാദേശിലെ തെരുവുകളിൽ ഇപ്പോൾ നടക്കുന്നത് വെറുമൊരു കലാപമല്ല, അതൊരു യുദ്ധ പ്രഖ്യാപനമാണ്. ദീപു ചന്ദ്രദാസ് എന്ന പാവം ഹിന്ദു യുവാവിനെ നടു റോട്ടിലിട്ട് തല്ലിക്കൊന്ന് ഉടുതുണി ഉരിഞ്ഞ് മരത്തിൽ കെട്ടിത്തൂക്കി പച്ചയ്ക്ക് കത്തിച്ചു കളഞ്ഞു ആ പേപ്പട്ടികൾ. ഇതുപോലെയുള്ള ചെയ്തികൾ ചെയ്യുന്നവരെ മനുഷ്യരായി എനിക്ക് കണക്കാക്കാൻ സാധിക്കില്ല.